ചിപ്സും മിക്സറും അല്ല, ചിപ്സും മെറ്റൽസും നമ്മുടെ വീട്ടിൽ ആവശ്യം പോലെ ഉണ്ടായോണ്ട് അത് തപ്പി പുറത്തൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ കണ്ണൊക്കെ വിരിഞ്ഞപ്പോ ഒന്ന് പുറത്തിറങ്ങി 5-6 മെറ്റൽസും പറക്കി കൊണ്ടുവന്ന് നമ്മുടെ പണി തുടങ്ങി. അങ്ങനെ നീണ്ടൊരു ഒരാഴ്ചയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടൊന്നും അല്ലെങ്കിലും നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കല്യാണ തിരക്കെന്ന് പറഞ്ഞ ഒരു തിരക്കാണല്ലോ. ആ തിരക്കിനിടയിൽപ്പെട്ട് ചെറുതായിട്ടൊന്ന് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പൊ ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിന്റെ മൂക്കാരി പിടിച്ച് പരത്തിയതൊന്നുമല്ല, അത് പനിയുടെ മാത്രമാണെന്ന് അറിയിച്ചുള്ളൂ. പറക്കിക്കൊണ്ടുവന്ന കല്ലെല്ലാം കൂടി വട്ടത്തി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ ആള് ഗ്ലൂഗൺ ആണ്. പിന്നെ കുറെ കല്ല് കെട്ടി കെട്ടി മുകളിലോട്ട് വെച്ച് കണ്ണി കണ്ട ഏതൊരു മരുന്നൂപ്പി എടുത്ത് അതിന്റെ പുറത്ത് കുറച്ച് ക്ലേ ഒട്ടിച്ചു കൊടുത്ത് അതിനൊരു ജഗ്ഗെന്നോ കൊടവെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ഗ്ലൂഗൺ വെച്ച് അച്ചലം മുച്ചലം കുറെ വരയാക്കിട്ട് കൊടുത്ത് അതിനൊരു വെള്ളച്ചാട്ടം പരുവത്തിൽ എത്തിക്കണം. പിന്നെ താഴെ കിടക്കുന്നത് വെള്ളം തോന്നിക്കണമല്ലോ, അതുകൊണ്ട് അവിടെ 5-6 വരയാക്കിട്ട് കൊടുത്തു. പിന്നെ കുറെ കളറും വാരി അടിച്ച് 5-6 ചെടിയും കൂടെ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടം റെഡി. വെറും വെള്ളച്ചാട്ടം അല്ല, കൊടത്തീന്ന് ചാടുന്ന വെള്ളം. അതിനെ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം വീഡിയോ എടുപ്പ് കഴിഞ്ഞു. കുറച്ചുകൂടെ ഗംഭീരമായിക്കോടെന്ന് വെച്ചിട്ട് നമ്മൾ അതിന്റെ അടിയിൽ കുറച്ച് ഫെയറി ലൈറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെയായി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ പിന്നെ അത് വെള്ളമാണോ ചാട്ടമാണോ കുടമാണോ എന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യണ്ട.